ഗൈസ് ഞാനിപ്പോൾ ഇത് ഇൻട്രോയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഞാനൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് അർജൻറ്റായിട്ട് വന്നതാണ് കേട്ടോ. അതായത് എനിക്കിതിലൊരു കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഇറങ്ങിയ സമയം നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഇൻട്രോയും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആ സമയത്ത് എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടൊരു സംസാരിച്ച ഒരാളുണ്ട്, ലിയാസ് എന്ന് പറഞ്ഞത്. ഹലോ മല്ലു, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തല്ല, അവൻ എന്നെക്കുറിച്ച് വീഡിയോ ഇട്ടായിരുന്നു. അവൻ കാര്യം എന്താ അറിഞ്ഞിട്ടാണോ സംസാരിച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അവൻ്റെ വീടും കാര്യങ്ങളും ലൊക്കേഷൻ കണ്ടുപിടിച്ച് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അവനെ എനിക്കൊന്ന് കാണണം, അവനായിട്ട് സംസാരിച്ച് എന്തായാലും നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ സംസാരിക്കണമല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനപ്പം ഇത് അത്യാവശ്യം ആൾക്കാരൊക്കെ താമസിക്കാനുണ്ട്, അപ്പോൾ അങ്ങോട്ട് ഇതാക്കണില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് എന്തായാലും ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അവിടെ വീടിൻ്റെ വാതിൽ തുറന്നിറക്കുന്നുണ്ട്, നോക്കട്ടെ. എന്തായാലും ഞാൻ നോക്കാം. ക്യാമറയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ദൈവമേ, ഇപ്പോൾ ഞാൻ എന്തായാലും ചെയ്ത് അതോ വരുമല്ലോ, നോക്കട്ടെ. ഇപ്പോൾ വെല്ലുണ്ട് കേട്ടോ. ആൾ വരുന്നുണ്ട്. അത് ലിയാസിൻ്റെ വീടാണോ? ലിയാസ് ഉണ്ടോ? ഹലോ, എന്നെ ഓർമ്മയുണ്ടോ? എന്നെ കണ്ടിട്ടുണ്ടോ? മുഖം കണ്ടിട്ടുണ്ടോ? ആണല്ലേ? നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും കണ്ടിട്ടാണോ നിങ്ങൾ അമ്മമാര് വർത്താനം പറഞ്ഞ വീഡിയോക്കകത്ത്? ഒരു മര്യാദയൊക്കെ വേണ്ട വർത്താനം പറയുന്നതിന്. ഞാൻ നിങ്ങൾ കുറേ ആയി ഞാൻ നിങ്ങളെ കാണാമെന്ന് ആലോചിക്കണേ. ഒരു മര്യാദയൊക്കെ വേണ്ട നിങ്ങൾക്ക് വർത്താനം പറയുന്നത്. നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളാണെങ്കിൽ ഒരാളുടെ സൈഡ് മാത്രമല്ലേ, നിങ്ങൾക്ക് എന്നെ കൂടെ പേഴ്സണൽ വല്ലതും അറിയോ? ഞാൻ ഓപ്പണായി ചോദിക്കണം, നിങ്ങൾക്ക് എന്നെ കുറിച്ച് നിങ്ങൾ എന്നെ അറിഞ്ഞേ? ഞാൻ ചിങ്ങളോട് ചോദിക്കണുള്ളൂ, നിങ്ങൾ എന്നെ ശരിക്കും നേരിട്ട് കണ്ടെന്നാ? ഇന്ന് ഇതിനു മുന്നേ ശരിക്കും ഇയാളെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോഴാണല്ലോ എൻ്റെ വീഡിയോ വന്നപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. പക്ഷേ സീരീസിൽ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വന്നത് എന്തിനാണെന്നറിയോ? എന്തിനായിരിക്കും? നമുക്ക് എൻ്റെ പെണ്ണി ഞാൻ ഇവിടെ ഞങ്ങൾ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ തന്നെ എന്നാ സംഭവം ചെയ്യണമെന്നുള്ള പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കണ്ടത് ഇതുണ്ട് സംഭവമായിട്ട് നോക്കി, ഇത് കൊള്ളാട്ടായിട്ട് കൊള്ളാം. ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് മനസ്സിലായില്ലേ? അല്ല, ആൾക്കാർ പറയില്ല ഞാൻ വെറുതെ ഇതേപോലെ കേസ് കൊടുക്കും. ഞാൻ വീഡിയോ എടുക്കട്ടെ, പുറത്തുനിന്ന് വീഡിയോ എടുത്ത് തരാവേ. ചിരിക്കല്ലേ, എനിക്ക് പറ്റുള്ളത് അവയ്ക്ക് വേണ്ടിയിട്ട്. അയ്യോ ഞങ്ങൾ ഇതിലെ വന്നിട്ടുണ്ട്, ആ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല. എൻ്റെ ഏറ്റവും ഉപ്പ് ഇത് ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ ചുമ്മാ ഒരു പക്ഷെ സാധനം കൊള്ളാട്ടോ. ഇങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ ആൾക്കാർ ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നേ അല്ലേ? അല്ല ഞാൻ വെറുതെ ഇപ്പൊ ഞാൻ അപ്പൊ പക്ഷെ രണ്ടുപേരെ അതിലെങ്ങോട്ട് പോവാ. അവരെന്റെ മുഖത്തോട് വെക്കുക. ഞാൻ പറഞ്ഞ ഞാനിപ്പോ അവരുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടത്. ഇപ്പം വീഡിയോ ഒക്കെ എടുക്കണ്ട. എന്താ ലിയാസ് എന്തോ പ്രശ്നമാക്കിയിട്ടുണ്ടോ? ഉമ്മ എന്റെ അടുത്ത് വന്നിരിക്കാം, എന്റെ പ്രശ്നം അത്. അയ്യോ അല്ല നമ്മളുണ്ടല്ലോ ചില കാര്യങ്ങളുണ്ട് നമുക്ക്. അല്ലമ്മ ഇപ്പൊ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ആ ഒരു നമുക്ക് ഉണ്ടാവുന്ന ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അഭിനയം എന്ന് പറഞ്ഞത് ഇച്ചിരി പാടാട്ടോ, നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടില്ല. നേരത്തെ പറഞ്ഞേ ഞാൻ കേട്ടിട്ട് അയ്യോ എന്നെ അഭിനയിക്കാം. ഞാൻ അഭിനയിച്ചായിരുന്നു അമ്മ. ഇപ്പൊ നമുക്ക് ചിലരെ കാണുമ്പോ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ചിരിക്കൂലേ? അത് അവരുടെ മുഖത്തിന്റെ വികൃതമായ രൂപം കണ്ടിട്ടായിരിക്കും. അല്ല അത് നമ്മുടെ ഒരു മാനേജാണ്, നമ്മളെന്തായാലും ചിരിക്കും. കളനായി അതിന്റെ ഇടയിലിരിക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ബ്രോ, ഒരു അങ്ങനെ ഒരു അമ്മേനെ കിട്ടാനും ഭാഗ്യം വേണം. ഇപ്പൊ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നോണ്ട് കിടക്കണ ഇതാണ്. അപ്പൊ മക്കളെ വിശ്വസിച്ചല്ലോ, അത്രയെങ്കിലും സ്നേഹിക്കുന്നുണ്ടല്ലോ, അതും വേറെ കാര്യമല്ലേ. അങ്ങനെ അതിനോട് ഇപ്പൊ മറ്റേ ഒരു ആ കൊച്ചിനെ കൊന്നാ അല്ല നമ്മള് വേറെ ഇതിൽ ഞാനൊരു വ്ലോഗാണ് ഉദ്ദേശിച്ചത്. എന്റെ അനുഭവം വെച്ചാണെന്നുണ്ടെങ്കിൽ എനിക്ക് സഞ്ചാരിയുടെ ഡയറക്ടർ പോലെ ഒരു 5-8 എപ്പിസോഡിന്റെ സാധനങ്ങൾ എനിക്ക് ഇറക്കാനുണ്ട്.
അയ്യോ അപ്പു എന്തായാലും എനിവേ ഉപ്പ വന്നിട്ടില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചൊന്നുമല്ലട്ടോ, ഞങ്ങൾ തമ്മിൽ ഒരു ഹീരുമില്ല. എനിക്ക് ഞങ്ങൾ എന്തുകൊണ്ടുള്ള കമ്പനിയാണെന്നറിയോ. പക്ഷേ ഈ ഒരു അതായത് ഞാൻ നിങ്ങളെ ശരിക്കും അറിയണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോഴാണ്. ഞാൻ ഒരിക്കലും പുള്ളീനെ തെറ്റ് പറയത്തില്ല. കാരണം എന്നാണെന്നറിയോ, ഉമ്മയ്ക്ക് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ ഉമ്മ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ് ഒരു കോൺട്രവേഴ്ഷ്യലായി നിങ്ങൾ നിങ്ങളുടെ റീസൺ വേണ്ടി ചെയ്യും. പക്ഷേ ആസ് എ പേഴ്സൺ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം സംഭവം മനസ്സിലായി, ഞങ്ങൾ കമ്പനിയായി. അതെ 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 ചില കാര്യങ്ങൾ. ഇത് പിന്നെ പുള്ളിയുടെ വീടാട്ടോ, ഇതാണ് വീട്. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കേട്ടോ. എവിടെ അതായിരിക്കണ ട്രോഫി കാണാം. അതല്ല ഞാൻ ഇവിടെ കണ്ട സംഭവം എന്ന് വെച്ചാൽ എല്ലാം ഉമ്മക്ക് ഇട്ടേക്കണ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ IAS ആയിരുന്നെങ്കിൽ കേരളക്കാരെ അനുഭവിക്കാനേ. ഒരു മിനിറ്റ്, ഞാൻ ആ വീഡിയോക്കകത്ത് ഒരു അടുക്കളയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ഫോട്ടോ അല്ല ഞാനൊരു ഫോട്ടോ കാണിക്കാൻ പോയതാ. നിങ്ങളുടെ ഫോട്ടോ ഞാൻ പറഞ്ഞില്ല, ഉമ്മക്ക് എന്ത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഉമ്മക്ക് കാണണമെന്ന് പറഞ്ഞാൽ വെച്ചേക്കണ. അയ്യോ അത് കല്യാണത്തിന് എടുത്താണോ? അതിന് ബാലൻസ് അതെനിക്ക് മനസ്സിലായെന്നറിയോ. കാരണം അവിടെ ആ റൂമിലാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഈ ഒരു ഫേസ് മാത്രമേ ഉള്ളൂ, അതിന് കൂടെയുള്ള ആൾക്കാരില്ല. വേണ്ട 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 വേണ്ട, ഒഴിവാക്കിയതാ. അതെ 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 ഇല്ല. എന്നാലും ഇപ്പൊ ലിയാസ് വിളിക്കാമെന്ന് ചോദിച്ചപ്പോ ഞാൻ കാണിച്ചിട്ടോ, ഇത് കട്ട് ചെയ്യുമ്പോ വീഡിയോ കാണിച്ചു തരാം. വന്നിട്ട് ലിയാസ് എന്റെ പ്രശ്നം അവരേക്ക് പറഞ്ഞു. നിങ്ങൊരു ക്ലോത്തിങ് ബ്രാൻഡില്ലേ? ആണോ? അങ്ങനെ തന്നെയാണ് ആണല്ലേ? കേറിയിരിക്കട്ടോ ഞാൻ. നിങ്ങളുടെ ഫാമിലി ഇതുവരെ ആരും ഇത് ഞാൻ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ആണോ? ഞാനാണോ വീഡിയോ എടുക്കുന്നത്? അല്ല സീരിയസ്ലി, ഞാൻ നിങ്ങൾ ഇതുവരെ ഉമ്മേനെയും ഉപ്പേനെയും ഞാൻ ഇതുവരെ നിങ്ങളുടെ ഫാമിലി ആണെന്ന് പറഞ്ഞ് ഞാൻ ഇന്നേ വരെ ഒരു TV-ലോ അല്ല ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു വ്ളോഗറാണ് കേട്ടോ. പുള്ളി എന്ന് പറഞ്ഞത് എന്നാ ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് നിങ്ങളൊന്ന് അല്ലാണ്ടൊന്ന് കാണാനുണ്ട് തരായി. ഇത് ആസ് എ ഫ്രണ്ട് എന്നുള്ളതല്ലേ. പക്ഷെ വരാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും റൂമിൽ കയറ്റിയിട്ട് 4 ഇടി തരും പറഞ്ഞ കേട്ടോ. ഇപ്പോൾ വരാറുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച പള്ളിയിൽ പോയേക്കല്ലേ, വന്നില്ലല്ലോ. എന്നെ കൊണ്ടാക്ക്, ഞാൻ ഇന്നലെ വന്നാട്ടോ. പോട്ടെ ഓക്കെ. അപ്പോൾ നമുക്ക് ഈ വാപ്പ് വന്നു കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് കാണാട്ടോ. എന്നിട്ട് പോകുന്നിടം വരെ കാണാവേ. അടുത്ത ദിവസം ഇവര് വരുന്നുണ്ട്, വരണം കേട്ടോ വീട്ടിലോട്ടോ. കേട്ടോ ഉപ്പയും ഉമ്മയും ലിയാസും വീട്ടിലോട്ട് വരുന്നുണ്ട്. ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. അത് 22-ാം തീയതിയാണ്. 22, 23, 24-ാം തീയതി തിരിച്ചെത്തും. നിങ്ങൾ നേരെ പോയി തിരിച്ചു വരുമ്പോൾ നേരെ വീട്ടിലോട്ട് വന്നാൽ മതി. 24 അല്ല, നമ്മുടെ യൂട്യൂബിന്റെ പേയ്മെന്റ് കയറുന്ന സമയം 24-ആ. കാരണം ഈ മാസം 21-ാം തീയതി അവധിയല്ലേ? 24-ാം തീയതി നിങ്ങൾ വന്നാൽ മതി. നല്ല എല്ലിട്ട് കപ്പ്. അതിനെ ഇവര് വരില്ലേ? അപ്പൊ ഇവരെയും കൂടെ കൂട്ടുപോയോ? നേരെ മദർജി ആൻഡ് ഫാദർജി ആസ്ക് നിങ്ങളെ കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ. ഏയ് ഇവര് കമ്പനിയാവും, ലാസ്റ്റ് നമ്മൾ ഔട്ടാവും. അല്ല ഇവർക്ക് ഉമ്മ പറഞ്ഞിട്ടോ, ഉമ്മ ഇനിയിപ്പോ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകலாம். ഞാൻ ഉപ്പനും ഉമ്മ ഞാൻ കൊണ്ടുപോകலாம். എന്താ അതിനാന്നറിയോ, ഞാൻ ഇതൊന്നും വലിയ സീനില്ല. പക്ഷെ ഞാൻ ഇന്നലെ മനസ്സ് പറഞ്ഞിട്ടേ കുറെ നാളായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. ഉമ്മ അനിയും വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പോൾ തിരിച്ചു പോയതിനു ശേഷം ഞാൻ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ മുകളിൽ റൂമിൽ പോകും. അപ്പനായിട്ട് അമ്മനായിട്ട് ഇപ്പം സംസാരിക്കും. അത് എനിക്ക് നിങ്ങളെ കാണിച്ചാൽ മതി. ഗൈസ് ഇതാണ് പുള്ളിയുടെ സ്റ്റുഡിയോ സാധനങ്ങളുള്ള. ഹലോ മല്ലൂസ്. ഈ ചാനൽ പോയില്ലേ? ആ ചാനൽ പോയടാവി. കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് നൈസ് ബ്രദർ. എത്ര ആളെ? ഇല്ല, ഞങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറെ സാധനം ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ടാ വന്നത്. പക്ഷെ നമ്മളെ കൊണ്ട് അത് ചെയ്തില്ല. ഞങ്ങൾ കുറെ സംസാരിച്ചിട്ട് എന്റെ പൊന്നിടെ സത്യം പറഞ്ഞ് വന്നിട്ട് അപ്പനും ഇവിടെ ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. ഞങ്ങൾ റൂമിൽ ഇരുന്ന് കഥ പറഞ്ഞ് ഞങ്ങൾ
കിടന്നപ്പോ ഒത്തിരി നേരമായി ബ്രോ. വന്നിട്ട് വീട്ടുകാരെന്തെങ്കിലും പറഞ്ഞായിരുന്നു? വീട്ടുകാരെന്നാ നിങ്ങളുടെ ഒരു അവസ്ഥ ഞാൻ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ റൂമിലൊക്കെ ഉണ്ടല്ലോ, പല അടുക്കളയിൽ വരെ നിങ്ങളുടെ ഫോട്ടോ. അപ്പൊ ഞാൻ ചുമ്മയുടെ ചോദിച്ചു, ഉമ്മ എന്താ ഇങ്ങനെ ഫോട്ടോ? നിങ്ങളായിട്ട് എനിക്ക് അതായത് നിങ്ങളായിട്ട് ഭയങ്കര ബോണ്ട് ഉണ്ട് ഉമ്മയ്ക്ക്. അതുകൊണ്ട് ഉമ്മയ്ക്ക് ഉമ്മ പറഞ്ഞ ചെറിയ ടെൻഷൻ. എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുന്നത്, ഞാൻ നിന്നെ എങ്ങനെ പരിചയപ്പെടുന്നത്? എന്നെ കുറിച്ച് ഇത്രയും തെറി പറഞ്ഞ കാര്യങ്ങളുണ്ട്. പച്ച തെറി പറഞ്ഞ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ ഒരു സാധനം നമ്മുടെ ഇടയിൽ ഇല്ല. നല്ല കമ്പനി ആയിട്ടല്ലോ വന്നേ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്നെ അടുത്തറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു ലൈറ്റും പരിപാടിയൊക്കെ ഞാനിപ്പോ വർക്കേപ്പിച്ച് നോക്കിയിടല്ലോ. സത്യം ഇത്രക്ക് ദിവസമായിട്ട് ഒന്ന് ഓണാക്കിയിട്ട് വീഡിയോ എടുക്കുക. ഇയാളുടെ ചാനൽ പോയിട്ട് അപ്പൊ പുതിയ ചാനലിന്റെ പേരായിരുന്നു ബ്രോ? ഹലോ മല്ലൂസ്. സ്ക്രീൻഷോട്ട് അയച്ചുതരാം. സെർച്ച് ചെയ്തപ്പോ കിട്ടില്ല. 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. എനിക്ക് എന്റെ ലിങ്ക് ഒന്ന് അയച്ചാൽ മതി. ലിങ്ക് ഒന്നില്ലേ വീഡിയോ കൊളാബിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാൽ. ലൈറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഇന്റർവ്യൂ എടുക്കാം കേട്ടോ. അല്ല നിങ്ങൾ അല്ല ഒരു സമയത്ത് ഞാൻ വിളിച്ചിട്ട് ഞാൻ ഫോൺ കുറെ തവണ വിളിച്ചു, നിങ്ങൾ എടുത്തില്ല. എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ ബ്രോ എന്നെ പറ്റി? ഒന്നുമില്ല ഞാൻ എല്ലാം നിർത്താൻ പോകുന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. എന്ത് പറ്റിയ മൂഡ് ഔട്ട് ആയിരുന്നോ? അതായത് ഇപ്പൊ ഒരു 5-6 മാസം വർഷം കൊണ്ട് ഒരാളുടെ ലൈഫിൽ സംഭവിക്കുന്ന സാധനങ്ങൾ ഒരു 4 മാസം അല്ലെങ്കിൽ ഒറ്റ മാസം കൊണ്ട് ദുരന്തവും നല്ലതും ചീത്തയെ കൂടി സംഭവിച്ച മാനസിക നില തെറ്റും ഏതൊരു മനുഷ്യന്റെ. ഉറപ്പായിട്ടും എന്റെ ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റിനെ കണ്ട് ഞാൻ ഇപ്പോഴും പുള്ളിക്കാരിക്ക് ബ്ലഡ് റിസൾട്ട് അയച്ചെടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ബ്ലഡ് റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് മൈൽഡ് ഡിപ്രഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് ഡോക്ടർ പോലും ലൈക്ക് 1 മണിക്കൂർ സെഷന് 3 മണിക്കൂർ എന്നെ അവിടെ ഇരുത്തി. കാശും വാങ്ങിച്ചില്ല. അതുകൊണ്ട് നിനക്ക് സംഭവിച്ചൊരു സംഭവം ഇത് ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ ദുരന്തം പലർക്കും സംഭവിക്കണ്ടാവും. പക്ഷെ ഇതൊരു ദുരന്തമാണ്, ഇതൊരു ട്രോമയാണ്. ഇത് മാറാൻ സമയം എടുക്കും. പക്ഷെ ഇതിന് ഓവർകം ചെയ്യില്ലെങ്കിൽ നിന്നെ ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കത് പ്രശ്നമാകുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത് ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ വേറെ രീതിയിൽ തന്നെ അങ്ങ് അൺലീഷ് ചെയ്ത് വിട്ടേക്കാണ് ഇപ്പൊ. അതായത് ഞാൻ ആക്ച്വലി ചോദിച്ചോട്ടെ, എന്താ ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റുക? നിങ്ങൾ അതിൻ്റെ ഇടയിൽ കുറെ സ്റ്റോറിയും കാര്യങ്ങളും കിടന്നുണ്ടോ? ചില ആളെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല, അതവർ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. എനിക്കറിയില്ല. ഞാനത് അത് വേറൊന്നുമല്ല, ഈ പറഞ്ഞത് എന്നിൽ കൂടി മണ്ണിൽ അതെ 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 കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അല്ലെങ്കിൽ ഈ ദൈവത്തിൽ എനിക്ക് അത്ര വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ ഇപ്പൊ നല്ല വിശ്വാസം. കാര്യം ഞാൻ ഇന്ന് ഒരു റിലേഷൻഷിപ്പ് സംഭവമായിരുന്നു. പക്ഷെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേപ്പ് കിട്ടി എന്നുള്ള രീതിയിൽ എല്ലാവരും അത് കൊടുക്കും. ആക്ച്വലി അങ്ങനെയല്ല ഉണ്ടായത്. തേപ്പ് കിട്ടിയ പോട്ടെ, അത് മറക്കും. 1000 പെൺപിള്ളേരുണ്ട്. പക്ഷേ ഒരാൾ നമ്മുടെ വിശ്വാസം, അത് ഫ്രണ്ട് ആയാലും ബ്രദർ ആയാലും സിസ്റ്റർ ആയാലും ലവർ ആയാലും വൈഫ് ആയാലും ഹൂവർ, നമ്മുടെ വിശ്വാസ സ്നേഹം പിടിച്ചു പറ്റി അത് എക്സ്ട്രീം കൊണ്ടുപോയി നമ്മളായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോലും പുറകെ കയ്യും കാലും പിടിച്ച് വന്ന് ലിറ്ററലി കാല് പിടിച്ച് പുറകെ വന്നിട്ട് നമ്മളെ കാലെ വാരി നിലത്തിട്ട് അടിച്ചിട്ട് പോണ പോക്കിൽ എല്ലാം എടുത്തോണ്ട് പോയി ഇങ്ങനെ ഉണ്ടാവും. കലക്കോത് ഞാനിപ്പോ എന്റെ പഴയ എന്റെ ആ ഒരു സംഭവല്ലേ അതൊക്കെ ഞാൻ വിട്ട കേസാണ്. ഞാൻ അത് പറയില്ല നിർത്തി. കുറെ കാര്യങ്ങൾ സംസാരിച്ചപ്പോ നീ എനിക്ക് ഇന്ന ധൈര്യം ഒക്കെ തന്നിട്ടുണ്ട്. നീ മാത്രമല്ല പറയാ, ഇന്നലെയൊക്കെ വിളിച്ചാരൊക്കെയാന്ന് എനിക്കറിയാം. നമ്മൾ കിടന്നാൻ പറ്റും. ഇവരെല്ലാരും സെലിബ്രിറ്റീസ് തന്നെ, ഇവരെല്ലാരും കണ്ടിന്യൂസ്ലി തന്നെ വിളിക്കുന്നതിന് ധൈര്യം തരുന്നുണ്ട്. കാര്യം ഞാൻ പറയട്ടെ, ഒരു ആവശ്യമില്ലാണ്ട് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ടുണ്ടോ? എടാ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒന്നും. അവര് എന്തോ ബുദ്ധിയുള്ള പോലീസുകാരായതുകൊണ്ട് അവര് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഒരു പ്രശ്നമില്ലാണ്ട് ഒഴിവാക്കി. കാര്യം അതൊന്നും അറിയാനൊന്നുമില്ല. കാര്യം എടാ ഞാനൊരു വ്യക്തി, അത് നമ്മൾ അതുവരെ വിശ്വസിച്ച് നമ്മളത്ര സ്നേഹിച്ച് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നമ്മുടെ കരിയറിലും ലൈഫിലും എല്ലാത്തിലും ഈവൻ ആ യൂട്യൂബ് ചാനൽ വരെ അതിലൊക്കെ ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്ത് നിന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന ഒരാൾ നേരെ ഇങ്ങനെ സംസാരിക്കുന്നു. അതായത് നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അറിയാത്തൊരു കാര്യം. അതിന് മുമ്പത്തെ 2 ദിവസം മുമ്പ് വരെ നമ്മുടെ കൂടെ ഉണ്ടായ വ്യക്തിയാണ് വന്നിട്ട് അതെ വേറെ ആരെക്കാളും കൂടുതൽ എനിക്കറിയാലോ. 1.5 ആഴ്ച മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റിലെ കുറച്ച് ഓഡിയോ ക്ലിപ്സ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ഫുൾ അങ്ങനെയാണ് ബ്രോ. ഞാൻ വട്ടപൂജത്തിൽ കിടന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്തെടുക്കുക, എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പറയണത് എന്താ പറയുക, എൻ്റെ അടുത്ത് ഞാൻ വേറെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നിന്ന് പറയണ ഡയലോഗാണ്, എന്നെ ജോലിക്ക് വിടുന്നില്ല സാറേ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യണം എങ്ങനെയെന്ന് ചോദിച്ചിട്ട് ഈ ഫോണിലേക്ക് മെസ്സേജ് ഇപ്പോൾ ചാറ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് മെസ്സേജ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യണം അങ്ങനെ ചോദിച്ച ആൾ എൻ്റെ അടുത്ത് റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത് ഡ്രസ്സ് ഇതാക്കാൻ സമ്മതിക്കില്ല. എന്നെ അറിയാവുന്ന ഏതൊരു ഇപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ എക്സ് വൈഫ് ഡിവോഴ്സ് കഴിഞ്ഞാൽ ഡിവോഴ്സ്ഡ് ആണ് ഞാൻ. ആ വ്യക്തിനോട് എനിക്ക് റെസ്പെക്ട് തോന്നിപ്പോയൊരു നിമിഷമാണ് ഈ വ്യക്തി തോന്നുന്നത്. കാര്യം ആ ആളെ കുറിച്ച് പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്നത്. കാര്യം നമ്മൾ പേഴ്സണലി നമ്മുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ സംസാരിക്കും.
ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ അർത്ഥത്തില്. പക്ഷെ അതൊക്കെ എന്റെ പെൺപിള്ളേരുടെ അടുത്ത് തന്നെ പറഞ്ഞു, എന്റെ അത്രയും ചങ്കും കറലായിട്ടുള്ള പിള്ളേർ അവരെന്റെ അടുത്ത് പറഞ്ഞാൽ അറിയോ ചേട്ടാ രക്ഷപ്പെട്ടു വിശ്വസിക്കാൻ പറ്റും. ഞാൻ നിങ്ങളുടെ അടുത്ത് അറിയാം, നിങ്ങൾ ഇന്നലെ സംസാരിച്ചനുസരിച്ച് ഞാൻ അറിയാൻ പറ്റേ നിങ്ങൾ ട്രോമയല്ല, നിങ്ങൾ വലിയൊരു ഇതിലാണ് നിന്നെ, നിങ്ങൾ അതിൻ്റെ അകത്ത് രക്ഷപ്പെട്ടുണ്ടല്ലോ, വലിയ ഭാഗ്യം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങളുടെ കണ്ണ് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ കണ്ണ് തോന്നിയിരിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ സീരിയസ് ഒരു കാര്യം പറയാം, നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങളല്ല എടാ, ഇത്രയും നല്ലൊരു ഉപ്പയും ഉമ്മയില്ലേ എന്റെ പിന്നെ നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാ. ഉമ്മാടെ അടുത്ത് വരെ എന്തൊക്കെ പറഞ്ഞ വ്യക്തി ആ ഉമ്മാടെ ശാപം കെട്ടി കരിഞ്ഞു പോകും. ഉമ്മയാണ് എന്തെങ്കിലും എന്റെ നെഞ്ചത്തോട്ട് തീർത്താൽ മതി. ആ ഉമ്മാടെ ഇതൊക്കെ ഒരു മോനെ കുറിച്ച് പറയാൻ പറ്റാത്ത അവരത് മൊത്തം പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞു മാത്രം നിന്നേനാണ്. അത് നിങ്ങളുടെ ഉമ്മയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഞാൻ ഒരു സൂത്രം കാണിച്ചല്ലോ, ഇവിടെ എത്രയൊക്കെ സ്ഥലത്ത് നിങ്ങളുടെ ഫോട്ടോ മാത്രം ഞാൻ നോക്കുമ്പോ ഞാൻ സ്വന്തം ഒട്ടിച്ച് വെച്ചാടോടെ ഇല്ല ഉമ്മയുടെ ചോദിച്ചു. ഉമ്മ എന്നെ അടുത്ത് പറഞ്ഞ അടുക്കളയിൽ തിന്നെ വെള്ളം എടുക്കാൻ ചെന്നപ്പോഴേ ഉമ്മ പറയാം എനിക്ക് ഇവനെ കാണണം, എപ്പോഴും എനിക്ക് എൻ്റെ മോനെ കാണണം. നിങ്ങളുടെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അതാ അത്ര സീരിയസ്ലി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഉമ്മയില്ലേ, നമ്മൾ ലോകത്ത് സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും നമ്മുടെ ഉമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ചതിച്ച പറ്റിച്ചൊരു വ്യക്തി എന്റെ ലൈഫും കരിയറും ഡ്രീംസും ഇങ്ങനെ എടുത്തിട്ട് അടിച്ച് തല്ലി പൊട്ടിച്ച ഒരാള്, ഫിനാൻഷ്യലി ഉള്ള ലോസ് ഉണ്ടാക്കി ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ ഇന്ന ഒരാൾക്ക് നാശം വന്നെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരാളുടെ കേസിൽ ഞാൻ പറയാം ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാര്യം അങ്ങനെ ഉണ്ടാക്കിയ കാശാണ് ആളുടെ ജീവിതത്തിലുള്ളൂ, അങ്ങനെ ഉണ്ടാക്കിയ ലൈഫ് ആൾക്കുള്ളൂ. പിന്നെ പാസ്റ്റിൽ ഒരു വ്യക്തി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷെ പ്രസന്റിൽ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. പക്ഷെ അത് ട്രസ്റ്റ് ചെയ്ത് നിന്നേൻ്റെയാണ് കണ്ടത്. ബിക്കോസ് എൻ്റെ അടുത്ത് ആളുടെ കുറെ കഥകൾ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ച് എനിക്ക് തന്നെ ഇട്ട് തന്നേക്കണം. അതായത് ആളുടെ ലൈഫിൽ തന്നെ എല്ലാവരും മറ്റേ വൃത്തിയായിട്ടവര് ട്രോമ തന്നവര് പറഞ്ഞതാണോ? ഞാൻ മോശമാക്കി പറയുന്നില്ല, അങ്ങനെയല്ലടാ എല്ലാരും മോശക്കാര്. ഇപ്പൊ ഞാനും ഇനി നാളെ ഏതെങ്കിലും ഒരാളാണെങ്കിൽ അയാളുടെ അടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നിർത്തണം. എന്തെങ്കിലും ഇതുപോലെ നിങ്ങളെ പോലെ ഞാൻ ഒരു കാര്യട്ടെ എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആത്മഹത്യ എന്തെങ്കിലും ചെയ്താലോ ഇപ്പൊ ഷിംജിത ഇതുപോലെ കുറെ എണ്ണം ഉണ്ട്. അതായത് ഏറ്റവും വലിയ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ തന്നെ അറിയോ, നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ സൊസൈറ്റിയും കൊടുക്കുന്ന ഒരു പ്രിവിലേജ് മാത്രമാണ്. പോലീസുകാർ പറഞ്ഞെന്താ അറിയോ, ഇവര് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് കേസ് എടുത്തേ പറ്റൂ, പക്ഷെ ബാക്കിയുള്ളത് കോടതി പോണ കാര്യങ്ങളാ, അത് നിങ്ങൾ ജയിക്കുമായിരിക്കാം, കേസ് എടുത്തേ പറ്റൂ. ആ ഒരു അത് മാറണ്ട. ബട്ട് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു മിനിമം കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാവുന്നതാണ് എന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മിനിമം കോമൺ സെൻസ്. പിന്നെ എന്താണ് സംഭവം കാര്യങ്ങളൊന്നും പുള്ളി ഇപ്പൊ എന്റെ ഇതിലത് പറയുന്നില്ല, പക്ഷെ പുള്ളി പറയും. പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്ന ആള് കുറച്ച് വേർക്കും. അതുകൊണ്ടാണ് ഞാൻ എന്റെ അടുത്ത് പറയാറ്. സീരിയസ്ലി ഇത് പെണ്ണുങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരു ആണായാലും പെണ്ണായാലും ഇത് കേട്ടിരിക്കുന്നതല്ല കാര്യം. ഒരു അൾട്രാ പ്രോമാക്സ് സൈക്കോ എന്നുള്ള ഒരു വ്യക്തിനെ എന്റെ ലൈഫിൽ ഞാൻ അത് എക്സ്ട്രീം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി മെന്റൽ ഡിസോർഡർ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാര്യം എന്നെയാണിത് പറഞ്ഞിരുന്നത്, ഞാൻ നാർസിസ്റ്റ് ആണെന്ന് അല്ല, എനിക്കത് കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞത്. ഒരുപാട് തകർത്തറ, ഒരുപാട്. ഞാൻ ഇത്രയും ദിവസം ഞാൻ വിഷമിച്ച് നിർത്തുന്ന ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ ചെയ്യാം. ഞാൻ പറയണതാ, പക്ഷെ അതിന്റെ ലീഗൽ സൈഡാണ് നിങ്ങൾ നോക്കണം. ഇപ്പൊ നിങ്ങൾക്ക് പേരോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുള്ള കാര്യം ഇത് എല്ലാവർക്കും ഒരു ലെസൺ ആവണം. ആരും ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ ചെന്ന് പെടരുത്. ആ രീതിക്ക് ഞാൻ പറഞ്ഞത് അല്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു റിവ്യൂവർ ആണ്. നിങ്ങൾ കുറെ സോഷ്യലായിട്ടുള്ള കുറെ ഇഷ്യൂസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. പക്ഷെ ഒരിക്കലും ഞാൻ പറഞ്ഞ ഒരു ലേഡിയാണ് പേര് കാര്യങ്ങളെല്ലാം പറയല്ലേ പൊന്നെ. ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് വരെ തെറ്റിച്ച ആൾക്കാരെ നമ്മൾ മനുഷ്യർ, പക്ഷെ ഇത് മനുഷ്യനാന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല സീരിയസ്ലി ഞാൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സൈഡ് നോക്കണം. ഞാൻ പറയാം, എന്റെ വീട്ടിലിറങ്ങണ പൂച്ചില്ലേ ഇവിടെ ഉമ്മ കാണിച്ചെന്നേ, 2 ദിവസം തീറ്റ കൊടുത്ത് അതിനൊരു ആ പിന്നെ 100%. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ, നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും വീഡിയോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ചാനലും കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ കൊടുത്തേക്കാം. ബ്രോയ്ക്ക് പറയാനുള്ള കാര്യം എനിക്കും ഞാൻ പറയട്ടെ, നമ്മൾ അതായത് ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എത്ര നമ്മൾ പരിചയമുണ്ട്. എനിക്ക് എന്നെ കാട്ടവരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ ബ്രോ ആയിട്ട് പരിചയമായത്. നമ്മൾ നേരി കണ്ടത് സംസാരിച്ചത്. അയ്യോ, പക്ഷെ അതൊക്കെ ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചില ഇത് ഇൻസിഡന്റിലായിരിക്കും നമുക്ക് ഒരു നല്ലൊരു കണക്ഷൻ വരുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഒരാളെങ്ങനെ നിൽക്കുന്നു ഞാൻ നോക്കണേ. നീ നല്ല രീതിക്ക് നിൽക്കണേ. ഇനിയിപ്പം നിന്നെ ശത്രു കൊണ്ടുപോലെ നല്ല രീതിക്ക് നിൽക്കുള്ളൂ. അത് ഞാൻ വിചാരിക്കുള്ളൂ നിങ്ങളുടെ അടുത്ത് ഞാൻ എങ്ങനെ നിൽക്കുന്നു അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വേറെ ആര് ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നല്ലതായിരിക്കും, ചില സ്ഥലത്ത് ഞാൻ ബോസായിട്ടിരിക്കും. കാരണം അതിന് അതിൻ്റെതായ കാരണം ഉണ്ടാവും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് നല്ലതായിട്ട് നിൽക്കാൻ കാരണം
നിങ്ങൾ എനിക്ക് തരുന്ന ഒരു ഇതുണ്ട്. ഞാൻ നീ പരിചയപ്പെട്ട അറിയാം ഒരു ഉറുമ്പിനെ പോലും നോക്കിട്ടില്ല എനിക്ക്. അതങ്ങനെയാണ് ബ്രദർ. അല്ല അതല്ല, ഉമ്മക്ക് കുറെ സാധനം കിട്ടുന്നുണ്ട്. ഇതൊക്കെ അതൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴും ഇടയ്ക്ക് രാത്രി ഇരിക്കുമ്പോ നമ്മുടെ ഫോണൊക്കെ ടോട്ടലി സൈലന്റ് ആയി പോണ ഒരു അവസ്ഥയുണ്ട്. വിളിക്കാനല്ല മെസ്സേജ് ഇപ്പൊ തന്നെ ഒരുപാട് പേരുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾസ് ആർ ദേർ. കാര്യം എന്റെ വിഷമം കേട്ടിരുന്ന ആൾക്കാർക്ക് അവസാനം ക്രഷ് ഒക്കെ അതെ അതെ. നിങ്ങൾ മോൺസ്റ്ററിന്റെ ആളാണ്, ഫുൾ മോൺസ്റ്റർ ആണല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു വീഡിയോ ഇടണം കേട്ടോ. അയ്യ ഞാൻ കണ്ടിനി ഉറങ്ങാൻ പറ്റണ്ടേ? ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ മൈൻഡ് ഒന്ന് നിങ്ങൾ ഇനി പോയി എടുത്തുണ്ടാക്കുക. നിങ്ങളെ ഇനി ഞാൻ അത് നിങ്ങൾ ഒരു തവണ ഊമ്പിച്ച ആള് ഉറപ്പായിട്ടും എത്ര വന്നാലും പിന്നെ ഊമ്പിക്കും. ലൈഫിൽ അതാണ്. ഇനി ഞാൻ എന്തെങ്കിലും സംസാരിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അടിക്കാൻ പോണത് ഞാൻ പറയാം. എന്റെ ഫ്രണ്ട് അപ്പൊ എന്താണ് ഇത്? ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇതാണ് എന്റെ സ്റ്റുഡിയോ. അടിപൊളിയാക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല ചാനലായിരുന്നു. അവരെന്നെ ആയിരിക്കുമല്ലോ അത് കളഞ്ഞേക്കണേ. ഇത് എന്തെങ്കിലും ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ വന്ന വിത്തിൻ സെക്കൻഡ് ചാനൽ പോയി. ഞാൻ അതാലോചിക്കണേ. അതാ പറഞ്ഞു പോയപ്പോ കൂടും കൊടുക്കി അടിച്ചുവിട്ടാ പോയെന്ന് പറയുന്നത്. അല്ല നമുക്ക് ഈ ചാനൽ സെറ്റ് ആക്കാം. അതിനേക്കാളും റീസൺ തന്നെ ഇതിലുണ്ടാവുന്നേ. അപ്പൊ എന്നാ പറയാ, ഇനി ഞങ്ങൾ ഞാൻ ഡ്രസ് മാറണം, പോണം. അതെ, ഉമ്മാനെ പാപ്പനെ കാണിച്ചു തരാം. അതാ ചോദിച്ചാൽ ഞാൻ അതാ പറഞ്ഞാൽ നിങ്ങൾ കരഞ്ഞാണെന്ന്. അല്ലല്ല, ഇത് ഡോക്ടർ പറഞ്ഞ കാര്യം ഡോക്ടറോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഇതാവുന്നുണ്ട്, ഇമോഷണൽ ആവുന്നുണ്ട്. മെന്റൽ സ്റ്റേറ്റ് ഭയങ്കര കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ കരഞ്ഞു. മറ്റേ സൗമ്യം പറഞ്ഞാൽ കരയാൻ തോന്നുന്നുണ്ടോ? കരഞ്ഞു. ഞാൻ കേൾക്കാനില്ല ഇരിക്കുന്നത്. അയ്യോ, പിന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ഫാമിലി? അതാണ് ഫാമിലി. അതെന്റെ അളിയനും വീഡിയോ ഈ പറഞ്ഞ വ്യക്തി കാണുമല്ല, എയർപോർട്ടിൽ വെച്ച് എനിക്ക് തന്നതാ. എന്റെ വീഡിയോ കാണുന്നുണ്ടല്ലേ? ഉണങ്ങി ചുക്കടിച്ച് ഇപ്പോഴും നമ്മുടെ ലൈഫിൽ പോലെ കീപ്പ് ചെയ്തേക്കുന്നത്. കത്തിച്ചളയാൻ മൂലം എനിക്ക് പറ്റുന്നത് കത്തിക്കണം. ഞാൻ പറയുകയാണെങ്കിലോ നിങ്ങളുടെ എല്ലാം എല്ലാം ഇതൊരു അഭിനയത്തിന് കിട്ടിയ ഓസ്കാർ അവാർഡാണ്. അല്ല നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ചാനലിൽ. വേറെ ഒന്നും തന്നെ ഉണ്ട് ചാനലിന്റെ ചാനലിൽ. ഇല്ല അല്ലേ? ആ ഉണ്ട്, അതെനിക്കറിയാം. ഞാൻ അന്ന് നിങ്ങൾ വീഡിയോ കോൾ ചെയ്തപ്പോ, നിങ്ങൾ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോ ഞാൻ കണ്ടിരുന്നു. അതെ 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 അതെ. അതൊരു അത് ഞാൻ ഒന്നും പറയണില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്ത് പറഞ്ഞാലും വിഷയമാവും. അതുകൊണ്ട് ഞാൻ വിട്ടുള്ള ഞാൻ ബ്രോ പള്ളിയിലൊക്കെ പോയിട്ട് ഇത് വന്നാട്ടോ. ഞാൻ ഇറങ്ങാൻ പോണേ. ഫുഡ് കഴിക്കണം. ഉപ്പ വന്നോ? കേട്ടില്ല. പക്ഷെ ഇത് സാധനം കൊള്ളാട്ടോ. ഈ ഒരു ആംബിയൻസിന്റെ അപ്പൊ ഇതിന്റെ ക്ലാരിറ്റി ആയിരുന്നില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചിരുന്നേ. ഭയങ്കര ശോകം. അയ്യോ പക്ക ശോകം. പക്ഷെ ആ 2 ലൈറ്റ് മുമ്പ് ഇത് കൊള്ളാട്ടോ. ഇത് നിങ്ങൾ ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയത് ഐഡിയ? നാട്ടിലേക്ക് വന്ന സമയത്ത് ആകെ കൊണ്ടുവന്നത് ഈ സാധനങ്ങളേ ഉള്ളൂ. സാധാരണ പൂച്ചകളെ പാമ്പിനെ കണ്ട തല്ലിക്കൊല്ലും. ഈ പൂച്ച എന്താന്ന് അറിയോ? ഒരു പാമ്പ് എലീനെ കൊണ്ട് പോകർന്ന് എന്നിട്ട് പാമ്പിന്റെ എലീനെ പിടിച്ചു വാങ്ങിച്ചിട്ട് പാമ്പിനെ പറഞ്ഞു വിട്ടു. ഇവര് പാമ്പെടുക്കണ്ട കേട്ടോ. ഇല്ല ഈ സാധനമാണ് ഞാൻ എടുക്കാൻ വേണ്ടി വന്ന നേരത്തെ. ചമ്മ ഇതെല്ലാം വാപ്പയുടെ അല്ലേ ഈ ഇതെല്ലാം? ഇതാട്ടോ വാപ്പ. അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. എന്നോട്ടെ ഇത് ഞാൻ വാപ്പ ഇത് മറ്റേ ബഡായിട്ടുള്ള ഇതാണോ? അതിനാ നീ തന്നെ കയ്യെത്തിച്ചല്ലേ പറിച്ചെടുത്തു. റംബൂട്ടാൻ നമ്മളിതിന് കൊറോണ എന്ന് വിളിക്കും. കൊറോണ ബാക്കി ഇത് ബാലൻസ് എത്തിയേക്കുന്നതല്ല. പാലിന് തിന്നാൻ വേണ്ടിട്ട് ഞങ്ങള് നിർത്തി കൊടുക്കുന്നതാണ്. അവർക്ക് എന്തെങ്കിലും തിന്നണ്ടേ? ഇതേ അതൊക്കെ വിളവ് കഴിഞ്ഞിട്ടുള്ളതാണ്. മതി, ഇത്രയും മതി.
ചെറിയ അണുകുടുംബം, ചെറിയ കുടുംബം, ചെറിയ ഭക്ഷണം. ഞാൻ എന്തായാലും ഇറങ്ങുവാം. അപ്പോൾ എനിക്ക് 8 മണിക്കാണ് പിന്നെ അവിടെ നിന്ന് ബസ്സുള്ളൂ. 8 മണിക്ക് ഞാൻ 8 മണിക്കുള്ള എത്തണം. ലാസ്റ്റ് ബസ് 8 മണിക്കുള്ളൂ അടിമാലിന്ന്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് ചെല്ലണം. അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം. ഉപ്പയും ഉമ്മയും വരണം കേട്ടോ. കേട്ട് പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാം. നമുക്ക് ഫുഡ് കഴിക്കാം. അതെ, എനിക്ക് ചുണ്ട കഴിക്കണ്ടേ, തട്ടപ്പ ചുണ്ട് പോലെ. അയ്യോ, ഇതേ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. മന്തി ഉണ്ട്. അപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ക്യാമറ നല്ല ക്ലാരിറ്റി ഇല്ലേ? അതെ, അടിപൊളിയായിട്ടോ. എനിക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പാടാർന്നോ. എനിക്ക് ഇപ്പോഴാണ് ഇതിനെ കുറിച്ച് പിടുത്തം കിട്ടിയത്. എനിക്ക് പറഞ്ഞു തന്നതിന് താങ്ക്സ് ബ്രദർ. അപ്പൊ ഞങ്ങളിതേ പോവാണ്. പുള്ളേന്റെ കൂടെ വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. വീട്ടിലോട്ട് വന്നിരുന്നോ? അല്ല, നമ്മൾ നിന്നെ കൊണ്ടാക്കാൻ പോണേ ഞാൻ. അല്ല, അപ്പൊ നിങ്ങൾ വന്നില്ല എനിക്ക് ശരിയാ? ഞാൻ വന്നില്ലെന്ന്. അയ്യോ, നിങ്ങൾ വരുമെന്നാണ് ഇന്നല്ല വന്നത് ഞാൻ പിന്നെ പറഞ്ഞോ. അപ്പൊ ഞങ്ങൾ എന്നെ കൊണ്ടാക്കട്ടെ. ഞാൻ വീട്ടിലോട്ട് പോകണ്ട. ഞാൻ അങ്ങനെയാണ് ഞാൻ ചിരിപ്പിച്ച് അല്ല, കുറെ നേരക്ക് ശേഷം എല്ലാരും ഒന്ന് മനസ്സോർന്ന് സംസാരിച്ച് ഇതായിരിക്കണം. ഇതിങ്ങനെ തന്നെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ വീഡിയോസ് കാണുമ്പോഴേക്കും ഓഡിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സിന്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നല്ല അടിപൊളി ലൈഫ്. പക്ഷെ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഞാൻ പറയട്ടെ. ഫോർ എക്സാമ്പിൾ, ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ നിൽക്കണവന് അത് ഡബിൾ എഫക്റ്റാ. പിന്നെ പല രീതിയിലും വരും.